സംസ്ഥാന സർക്കാരിനും പ്രതിപക്ഷത്തിനും എതിരെ നിരവധി വിവാദങ്ങൾ കത്തിനിൽക്കെ നിയമസഭാ സമ്മേളനം ഇന്നു മുതൽ കലുഷിതമാകും. പോലീസിന്റെ കസ്റ്റഡി മർദ്ദന പരാതികളിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം സഭയിൽ ഉണ്ടായേക്കും. സർക്കാർ ആഗോള അയ്യപ്പ ഭക്ത സംഗമവും തൃശൂരിൽ CPM-നെ പിടിച്ചുലച്ച DYFIയുടെ ശബ്ദരേഖയും സഭയിൽ ചൂടേറിയ ചർച്ചകൾക്ക് ഇടയാക്കും. അതേസമയം ലൈംഗിക ആരോപണത്തിൽ ഉൾപ്പെട്ട പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തുന്നത് യുവജന പ്രതിഷേധങ്ങൾക്കും വഴിയൊരുക്കും. ചരമോപചാരത്തോടെ ഇന്നലെ ആരംഭിച്ച നിയമസഭാ സമ്മേളനം ഇന്നത്തേക്കെത്തുമ്പോൾ കലുഷിതമാകാനാണ് സാധ്യത. നിയമസഭയ്ക്കകത്തും പുറത്തും രാഹുലിനെതിരായി പ്രതിഷേധങ്ങൾ ഉണ്ടാകാനും സാധ്യത ഏറെയാണ്. വൈകിയാണെങ്കിലും ഇന്നലെ നിയമസഭയിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നീട് സഭ വിട്ടപ്പോൾ MLA ഹോസ്റ്റലിന് സമീപത്ത് SFIയുടെ പ്രതിഷേധം നേരിടേണ്ടി വന്നു. ശേഷം മാധ്യമങ്ങൾക്ക് മുൻപിലെത്തിയപ്പോൾ പാർട്ടിയെ ധിക്കരിച്ചല്ല താൻ വന്നതെന്ന് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് സഭയിലേക്ക് എത്തുമ്പോൾ ഏത് തരത്തിലുള്ള പ്രതികരണമാണ് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ നടത്തുക എന്നുള്ളതാണ് ആകാംക്ഷ. കൂടാതെ വിവിധ വിഷയങ്ങളിൽ ചോദ്യോത്തരവും അടിയന്തര പ്രമേയവും സഭയിൽ ഉണ്ടായേക്കും. ഭരണപക്ഷത്തിന് എതിരെ ഒരുപിടി ആയുധവുമായാണ് പ്രതിപക്ഷം സഭയിലേക്ക് എത്തുന്നത്. പോലീസ് സ്റ്റേഷനുകളിൽ ഉണ്ടായിട്ടുള്ള ലോക്കപ്പ് മർദ്ദനങ്ങൾ അടക്കം പ്രതിപക്ഷം ഉയർത്തിക്കാട്ടും. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി തുടരുന്ന മൗനവും സഭയിൽ പ്രതിപക്ഷം ആയുധമാക്കും. ഇതോടെ വിഷയത്തിൽ മുഖ്യമന്ത്രി സഭയുടെ അകത്തളത്തിൽ പ്രതികരിക്കാനും സാധ്യതകളേറെയാണ്. അയ്യപ്പ സംഗമം, തൃശൂരിൽ CPM-നെ പിടിച്ചുലച്ച ശബ്ദരേഖയും ചൂടേറിയ ചർച്ചയ്ക്ക് വഴിവെച്ചേക്കും. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ അതിവേഗം ഉത്തരവിടാനുള്ള നിയമ ഭേദഗതി അടക്കമുള്ള ബില്ലുകളും സഭയിലേക്ക് എത്തുന്നുണ്ട്. ഒക്ടോബർ 10 നിയമസഭാ സമ്മേളനം അവസാനിക്കും. ജനം, തിരുവനന്തപുരം.